Oh guys, welcome back to Aman's Vlogs. Avance Vlogs. അതല്ലേ പറയുന്നൊക്കെ ഇനി ഓനെ തട്ടാ ഇനി നമ്മളാടായി അഭിനവുണ്ട് ഇവിടെ. അഭിനവ് ഫുൾ സൈഡാണ്. മന്തി ഓനെ പറ്റിച്ചു. പിന്നെ നമ്മളെ ഓജി ഓണറുണ്ട്. ഞാനിപ്പോ ഫസ്റ്റ് ടൈം ഉണ്ട്, അതിൻ്റെതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് ഇതാക്കാം. അക്ഷരാമീസ് ഉണ്ട് ഇവിടെ. അക്ഷരാമീസ്, ഓ മൈ ഗോഡ്. എന്താ ഇനി മുതൽ ഞാനും വ്ളോഗ് എടുക്കാം. ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? അല്ല അങ്ങനെയല്ല, വ്ളോഗിനെ പറ്റി കൈമാറി. ഇനി മുതൽ ഞാനാണ്. ഓ മൈ ഗോഡ്. അപ്പൊ എന്നെ വേണ്ട, ഫസ്റ്റ് തന്നെ വെറുത്ത്. ഓ മൈ ഗോഡ്. ഓ ഗോഡ്, ലുക്ക് അറ്റ് ദിസ്. എന്ത് രസല്ലേ. ഞാൻ ഇതുവരെ മോർണിംഗ് നമുക്ക് 1 മണിക്കൂർ അങ്ങനെ നോക്കി നിൽക്കാം. അങ്ങനത്തെ വ്യൂ ആണ്. അപ്പോ നമ്മളിപ്പോ എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയത്. നമ്മളിപ്പോ റൂമിൽ നിന്ന് ഇറങ്ങി. ഇന്നും കൂടെ നമുക്ക് ഈ റൂമിൽ തന്നെ നമ്മൾ സ്റ്റേ. അതെ, ഇതപ്പോ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മളിനി ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് 2-3 സൈഡ് വിസിറ്റ് ഉണ്ട്. അടിപൊളി നമ്മള് സ്നോ പോയിന്റ് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ റൂമിൽ തന്നെ വരും. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ തിരിച്ചു. അപ്പൊ നമുക്ക് നോക്കാം. നല്ല കഴിക്കാൻ ഉരുളക്കിഴങ്ങ് കറി, പൂരി ഉണ്ടായിരുന്നു. പൂരി ഇപ്പൊ എടുക്കാൻ പോയതാണ്. പിന്നെ ഇവിടുത്തെ ഒരു അവിലാണിത്, സ്പെഷ്യൽ അവിൽ. നമ്മൾ ഇത് രാജസ്ഥാൻ മുതലേ കാണാൻ തുടങ്ങിയ സാധനമാണ്. പിന്നെ ബ്രെഡ് ജാമുണ്ട്, അതൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്, ഫില്ല് ചെയ്യാൻ പോയിട്ടുണ്ട്. നമ്മൾ കാര്യം മാത്രം എടുത്തിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. അമ്മാൻ ചായ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഫുഡ്. ഇന്നലെ കണ്ടായിരിക്കും വിചാരിക്കുന്നു. ഫുഡ് കുഴപ്പമില്ല, മോശമില്ല, അടിപൊളി ഫുഡായിരുന്നു. പൂരി ആണെങ്കിലും പ്രശ്നമില്ല, കഴിക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. ഒന്ന് പൂരിയെ നിർത്ത്. അപ്പൊ ഗൈസ് നമ്മളെ പുറത്തത്തെ വ്യൂ കാണിച്ചരാ. ഗൈസ് ഫുൾ മഞ്ഞാണ്, ഫുള്ളും. ഇതെല്ലാം ഇന്നലെ നൈറ്റും ഇന്നലെ ഉച്ചക്കൊക്കെ പെയ്താണ്. ഇന്നോ വായത്തിന് സ്നോ ഒന്നും കാണുന്നില്ല. ഇവിടുത്തെ പട്ടിയൊക്കെ നോക്കും. നമ്മളങ്ങനെ നമ്മളെ ഷോപ്പിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയെന്ന്. ബിക്കോസ് ഓഫ് എല്ലാവർക്കും തണുക്കലായി, കാലിനുള്ളിൽ വെള്ളം കയറലായി. അപ്പോൾ ബൂട്ട് ടൈപ്പ് എന്തെങ്കിലും പിന്നെ ഷൂസ് പോലത്തെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയെന്ന്. അല്ലാണ്ട് നടക്കൂല ഗൈസ്, ഈ തണുപ്പത്ത് ഒരിക്കലും നടക്കൂല ഗൈസ്. ഉണ്ടോ? ഒന്നാടെ പോവാ, ബയ്യെ പോവാ, എന്തായാലും അങ്ങോട്ട് പോണം. അപ്പൊ നമ്മളിതാ താഴോട്ടേക്ക് പോവുകയാണ്. ഓ ലുക്ക് അറ്റ് ദിസ്. സീനാണ് ഗൈസ്. വണ്ടി നോക്കി, ഇതൊക്കെ വണ്ടി നോക്കിയാ ഇതെല്ലാം എങ്ങനെ എടുക്കല് ഈ വണ്ടി? നോക്കാം നമുക്ക്. ഓനിക്ക് തന്നെ മറന്നു ഇവിടെ വണ്ടി വെച്ചു വണ്ടി ഓടിക്കും. നല്ല വ്യൂ ആണ്. വ്യൂ നോക്കൂ ഗൈസ്. ഓ സീൻ ഗൈസ്. ഒരാളെ മണ്ണെടുത്ത് കളയുന്ന അവരെ വണ്ടി എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല രീതിയിലാണ് പോകുന്നത്. വാസി ഇന്നലെ നമ്മളെ ചതിച്ചു ഗൈസ്. വാസി ഇന്നലെ രാത്രി നമ്മളെ അടുത്ത് നടക്കാം, അതുകൊണ്ട് നമ്മളെ വിളിക്കാണ്ടെന്ന്. ഇന്നലെ എത്ര വട്ടം ഇപ്പം വീണ്ടേനു. പിള്ളേരുടെ അടുത്ത് ഈ സാധനം ചോദിച്ചാൽ ഇതിന്റെ മോളിൽ ഇങ്ങനെ ഊരി പോകാൻ വേണ്ടിട്ട് ഗൈസ്. ഞാനോ ചെറിയ പിള്ളേർ ഇതെത്ര അറിയാ ഇതിനകത്ത് ഊരാൻ ഈടുന്നിടത്തേക്ക്. ഇത് ഇവരെ ഇവിടുത്തെ പ്രൈവറ്റ് അല്ല പബ്ലിക് തന്നെ പാലാണ്. അതിനകത്ത് ഊരാൻ വേണ്ടിട്ട് പിള്ളേർ സാധനം രണ്ടാക്കിന് 20 റുപ്യ ഒരാൾക്ക് ഊരെ. പക്ഷെ നല്ലതാണ്, ബിസിനസ് നല്ലതാണ്. പിള്ളേരെ അങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഫീൽഡടെ. ഓക്കെ ഗൈസ്, നമ്മൾ പോവുകയാണ്.
വാ. ഏഴ് എന്തോടെ തുടങ്ങിയില്ല. അപ്പൊ നമ്മളിതാ ഹഡിംബ ടെമ്പിളിലേക്കാണ് നമ്മളെ യാത്ര. പിന്നെ തന്നെ ഹഡിംബ ടെമ്പിളാണ് അവർക്ക് ഇവിടെ ഫുള്ളും വെള്ളം കെട്ടി നിന്നിട്ട് സീനാണ്. എന്താ അതെ സീന്നെ പറയാ. വൈക്ക് മൊത്തം സ്ട്രീറ്റ് ആണ്. അതാ ബാക്കിലുണ്ട് പേടിക്കണ്ട. ഇതാ കാണ്ടയിന് ചുരിച്ചല മാറോ. അപ്പുറത്തിപ്പുറത്തൊക്കെ സ്ട്രീറ്റ് ആണ് ഗൈസ്. സീൻ നല്ല വഴുതലുണ്ട്. നീസ് എത്ര വട്ടം പോകണം? 5 വട്ടം 10 വർഷം പോകണല്ലോ നീസ്. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് മനു ടെമ്പിളിലാണ് ഗൈസ്. നമ്മുടെ സ്വന്തം മനുസാറിന്റെ അതെ മനുസാർ ഉണ്ടാക്കിയാണ്. സാർ നമുക്കായിട്ട് സ്പോൺസർ ചെയ്തതാണ് ഇവിടത്തേക്ക് വരാൻ. ടീച്ചേഴ്സ് മനു ടെമ്പിളിനെ കുറിച്ച് എന്താ 2 വാക്ക് പറയും? മനുസാറിനോട് എന്താ പറയാനുള്ളത്? അതെ അതാണ് സാറിന്റെ കഴിവാണത്. എന്തായാലും അയച്ചു കൊടുക്കും. അത് സാറിനോട് എന്തായാലും കാണാൻ പറയത്. ഗൈസ് എല്ലാവരും ഇടുന്ന ഫോട്ടോ എടുക്കാൻ. ഇതെന്താ ഇതേതമ്പർക്കം എല്ലാരും ഊരി തളർന്ന് വീണോണ്ടിരിക്കുകയാണ്. 5 ബാക്കിയോ. പിന്നെ നമ്മളിപ്പോ ഹഡിംബ ടെമ്പിളിലാണ് പോകുന്നത് ഗൈസ്. എല്ലാവരും നടന്നിട്ട് വേണം പോകാൻ. നടക്കുന്ന വേ ആണെങ്കിൽ മൊത്തം മഞ്ഞാണ്. അതുകൊണ്ട് എല്ലാവരും സ്ലിപ്പിയായി പോകുന്നുണ്ട്. വീണോണ്ടിരിക്കുന്നുണ്ട്. റുബാജി എൻ്റെ അടുത്ത് പറട്ടേ ഉള്ളൂ ഗൈസ്. നോക്കണേ ഷപ്നാസെ നോക്കണേ. കടലാസ് 200-ലാണ്. എടാ ഉള്ളിലോട്ട് പിടിക്കാം ആദിലേ. അങ്ങനെ പിടി. പോട്ടെ. മാറിക്കൊടുക്ക റുബാ. പോട്ടെ. സീനന്നെ നടക്ക നമ്മൾ പോവാൻ വന്നത് ഹഡിംബ ടെമ്പിളിലാണ് ഗൈസ്. അനീസേ അനീസെ കളിക്കോ ഡാൻസാ? അനീസേ അനീസ് നോക്കൂ ഗൈസ്. ഓ സീൻ. ഞാനിതാ നമ്മൾ നടന്ന് മഞ്ഞ നടന്ന് മടുത്തു. 5 വട്ടം മഞ്ഞിൽ അനീസ് കിടന്നു വരുന്നുണ്ട്. എന്താ നമ്മളെ ഇവിടെ വന്നിട്ടുള്ള എന്താണ് എക്സ്പീരിയൻസ് പറ. ഇതെന്താ സാധനത്തിന് ബലൂണാ അനീസ്?
നോക്കൂ ഗൈസ്, ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ്. മുസ്താബില്ല ചത്തു ഗൈസ്. ടെമ്പിളിലേക്കുള്ള വഴി നോക്കൂ ഗൈസ്. ഇതിന് 300 മീറ്റർ ആയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഹഡിമ്പ ടെമ്പിളിലേക്കുള്ള വഴിയിലേക്കാണ് പോകുന്നത്. എല്ലാവരും നായി ആയി. അതെ, ശവമായി ഗൈസ്. ഈ മുഖം എവിടെയും കണ്ടുപരിച്ചിട്ടുണ്ടോ ഗൈസ്? ഏതെങ്കിലും ഫിലിമിൽ സലീം കുമാറിന്റെ വേഷമായി അഭിനയിച്ചത് ഇങ്ങേരാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കാൻ എത്ര പോവാണ്ട് ഉപയോഗിക്കാൻ കയറി ഗൈസ്. ഇങ്ങനെ നോക്ക്, സൂരജ് ധാബ. കഴക്കൂട്ടം വിചാരിച്ച 5 സ്റ്റാർ ആണ്, 3 സ്റ്റാറിന്റെ ക്വാളിറ്റി പോലും ഇല്ല. എന്താരാ അല്ല 3ന്റെ 2 1.5ന്റെ ക്വാളിറ്റി പോലും ഇല്ല. അതെ വ്ളോഗർ തന്നെ യാ ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? മിസ്സെല്ലാം അടിച്ചു കയറുന്ന. അതെയാ ആട്ടാ, അത്രേ ഉള്ളൂ. വ്ളോഗർ കഴിച്ചിട്ട് എങ്ങനെ നോക്കട്ടെ. നമ്മൾ ഇന്ന് കഴിക്കുന്നത് ഉച്ചക്കത്തെ ഫുഡ് ചപ്പാത്തിയും കോളിഫ്ലവർ വരട്ടിയതും പരിപ്പ് കറിയും ആൻഡ് മമ്പയറുമാണ്. എങ്ങനെയുണ്ട് ഫുഡ് അമാൻത? വിശപ്പിന് ടേസ്റ്റ് ഉണ്ട്. മസ്രിഫയും റുബ ഇവരെല്ലാവരും മാഗിക്ക് പറഞ്ഞ, ബാക്കി നമ്മളെല്ലാവരും ഇതാണ് കഴിക്കുന്നത്. ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം. ബാക്കി നമുക്കിങ്ങനെ ഹഡിമ ടെമ്പിളിലേക്ക് പോകണം. അപ്പം അടുത്തേക്കുള്ള വീഡിയോസിന്റെ വഴിയാണ് വാങ്ങിച്ചുള്ളത്. എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയൂ റുബ. മസ്രിഫ പറ. കഴിക്കേ വേയോ കഴിച്ചാ ചൂടുന്നുണ്ടാവില്ല. സാധാ ടേസ്റ്റ് അല്ലേ? നമ്മളിതാ ഹഡിമ്പ ടെമ്പിളിലെ എൻട്രിയിലേക്ക് എത്തി ഗായ്സ്. നമ്മളിതാ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇതിന് മുകളിലേക്ക് ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോകാൻ. ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ഗായ്സ്, നോക്കാം. ആർ യു എക്സൈറ്റഡ് മച്ചടി ടു സീ ഹഡിമ്പ ടെമ്പിൾ? ആർ യു എക്സൈറ്റഡ്? ആ കയറ്റം കയറണം. ഇതാ ഇവര് ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഇവരെല്ലാം ആക്കിയേ. ഓ എന്ത് രസം ഗായ്സ്. ഇതാരാ എൻ്റെ കൂടെയുള്ള നോക്കൂ ഗായ്സ്. റാബിറ്റ് അല്ല എടുത്തില്ലല്ലോ. എന്താ വിധി ഇത്? ജിപേ गूगल पे? अरे गूगल पे कोड क्या नाम है? ओके क्या नाम है? आपके पास नहीं है? नहीं है. कई मुख पैसे ले. ഇങ്ങോട്ടുണ്ടോ? ഹഡിമ്പ ടെമ്പിളിന്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. ഓ ഇതായിരുന്നു ഏതേനും പാട്ട്, ഏതേനും ഫിലിം? ദിൽവാനി യജവാനി. അതിനകത്ത് ഉണ്ടായ ആ ഒരു ഫ്രെയിമാണിത് ഗൈസ്. ഇവരൊക്കെ കയ്യിൽ കണ്ടോ സ്നോ റാബിറ്റ്, അല്ല രോമുള്ള റാബിറ്റ്. 50 റുപ്പീസാ? 50 റുപ്യ ഉള്ളൂ ചെയ്യുന്ന. അല്ലോ പോയിട്ട് വരാം. ടെമ്പിളിന് മുന്നിലെത്തി ഗൈസ്. ഓ നൈസ് ഗൈസ്. ഇതാണ് വ്ളോഗർ എന്ന് പറഞ്ഞ് നടക്കുന്നവർ. ഈ വ്ളോഗർ എന്നിട്ട് ഒരു മൈൻഡും ഇല്ലാണ്ട് വ്ളോഗ് നടക്കാൻ ഇങ്ങനെ നടക്കാൻ. നീ പോടായിരുന്നു. വേണ്ട നീ പാണ്ടിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാവരും നമ്മ എന്നോട് കളിക്കുന്നത്. പിന്നെ അതാ കുറെ പേര് ഇവരെ എടുത്ത ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഷൂട്ടിങ്. പിന്നെ കുറേ മലയാളീസും ഉണ്ട് നമ്മളിവിടെ. ഏതെല്ലോ സ്ഥലത്ത് ഈ സൈഡ് മൊത്തം ആ ഒരു ടൈപ്പാണ് ആ ഡ്രസ്സിൻ്റെ, ട്രഡീഷണൽ ഡ്രസ്സ്. അവർ ആ ഡ്രസ്സിൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് ഇടാൻ പോവുകയാണ് ഗായ്സ്.
തീവ്രവാദി നമ്മളെല്ലാരും ഇവരെ ഈ ട്രഡീഷണൽ ഡ്രസ് ഇട്ടു ഗായ്സ് ശരിയല്ലേ വാ നെക്സ്റ്റ് ആളോ വാ ഒരാള് വാ അടുത്താള് ഗൈസ് അപ്പൊ നമ്മളെല്ലാരും ഇവരുടെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടു ഗൈസ്. നല്ല രസമുണ്ട് ഇവരെ. യെസ് വി ആർ ഇൻ ഹഡിംബ ടെമ്പിൾ. അപ്പോ നമ്മളെല്ലാരും ഡ്രസ് ഇട്ടു. ഉള്ളിലൊന്നും ഇല്ലേതാ ആയിരിക്കും അതിലും ഓർ ഉള്ളിലിട്ട ഡ്രസ്സാണ് അവരെ. ഗോപ്സിനെ നോക്കൂ ഗൈസ്, ഇവിടുത്തെ ആളെ പോലെ ഇല്ലേ. ബായ് നമുക്ക് ഇത് അയച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ഹഡിമ ടെമ്പിൾ നമ്മള് ഇതാ തിരിച്ചു പോവുകയാണ് ഗൈസ്. മതി ഉള്ളത് മതി. വാ ഇതാരാ ഞാൻ വീണതാ ഭാഗ്യം എനക്ക് ട്രോള് വന്നു. എവിടെ പോയിക്കൂടെ? വാ ഗൈസ് നമ്മള് പോവുകയാണ് ഗൈസ്. തിരിച്ചു സാർ വാ വരുന്നില്ലേ? വാ പോവാ സാർ. ആ ട്രഡീഷണൽ ഡ്രസ് ഇട്ടിനോ? ഇവരെല്ലാം ആദ്യം ഇട്ടിട്ടുണ്ടാവടാ. ഇവർ എത്ര വട്ടായി വരുന്നു? 10 വട്ടായി. ഇവർക്ക് അതൊന്നും ഒരിതല്ല ഗൈസ്. അപ്പൊ നമ്മളിതാ തിരിച്ച് നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പിൽ ഭയങ്കര സ്ലിപ്പറിയാണ്. സാധനം വേറുണ്ട്. ബാക്കിൽ ഫ്ലോറ് വളരെ സ്ലിപ്പറിയാണ്. ജസ്റ്റൊന്ന് സ്ലിപ്പായ മൂണ്ടടിച്ച് താഴെ ഒന്നും നോക്കാനില്ല. പൈൻ ട്രീ ആണ്. എൻ്റെ ഇടയ്ക്ക് മഞ്ഞ് മൂടിയ ടെമ്പിൾ. അടിപൊളി. അനിയത്തിയാണ് ഹിഡിംബി എന്ന് പറയുന്ന രാക്ഷസി. അപ്പോൾ ഹിഡിംബി എന്നിട്ട് പിന്നെ ഏട്ടനെ ടെമ്പിളിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ മഹാഭാരതത്തിലെ ഭീമനില്ലേ, ഇവിടെ പണ്ടൊരു ഹിഡിംബ എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ടായിരുന്നു. എന്നിട്ട് ആ രാക്ഷസനെ ഭീമനെ കീഴടക്കിയത്. അപ്പോൾ ആ രാക്ഷസന്റെ അനിയത്തിയാണ് ഹിഡിംബി. അപ്പോൾ ആ സമയത്ത് ഏട്ടനെ കീഴടക്കിക്കൊണ്ട് അപ്പോൾ ഹിഡിംബി വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഏട്ടനാണ് അത്രയും വലിയ ശക്തിയാണ്. അപ്പോൾ ഭീമൻ കീഴടക്കിക്കൊണ്ട് ഭീമനോട് ഒരു ക്രഷ് തോന്നി. അപ്പോൾ രാക്ഷസി ആയതുകൊണ്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ തപസ്സിരുന്നിട്ട് ദേവിയായിട്ട് മാറി ഭീമനെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ഒരു ടെമ്പിൾ. അങ്ങനെയാണ് ഈ ടെമ്പിൾ വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്. നമ്മളിപ്പോൾ ജാൻവില്ലിൽ കയറാൻ പോയാണ്. ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഓ മൈ ഗോഡ്. അതാണ് ജാൻവിൽ. സെറ്റടാ. തല ചുറ്റുന്നടാ. വ്യൂ ഗൈസ്. അപ്പൊ എല്ലാരും ഇതാ എന്താണ് സാധനത്തിന്റെ പേരെന്താണ്? സ്നോമാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. എല്ലാരും അതിന്റെ തിരക്കിലാണ്. ഷിബു ഉണ്ട്. ഹായ് ഗൈസ്, എല്ലാവരും ഉണ്ട് ഗൈസ്. ഓ അഗ്രജ് സീൻ, അതിൽ സീൻ. അപ്പൊ നമ്മളിങ്ങനെ കിടക്കുകയാണ് ഗൈസ്. ഇതില് മഞ്ഞത്ത് ഇങ്ങനെ കിടക്കുകയാണ് ഗൈസ്. ഇതിന് നമുക്ക് ഐസ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. സൈഡായി ഗൈസ്. ഇവനാണ് സൈഡായത്. ഇവന് തലറിങ്ങി വീണു അതിന്റെ അടുക്ക്. പിന്നെ വ്ളോഗിന്റെ കാര്യങ്ങളെല്ലാം കുറച്ച് കട്ടപ്പൊക്കെ ആയി. അതെ, സ്വിച്ച് ഓഫ് ആയി അതിന്റെ ഇടക്ക് ഫോണ്. ഇപ്പൊ ഓണായത് ഫുൾ സീനായി. ഫോണ് തണുത്തതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ -12 അങ്ങനത്തെ ആണ്. അപ്പൊ അതുകൊണ്ട് ഫോൺ ഭയങ്കര കോൾഡ് ആയതുകൊണ്ട് പിന്നെ ഇത് ഹീറ്റ് ആകാണ്ട് ഫോൺ ഓൺ ആവില്ല. കുറച്ച് സമയം നമ്മളെ ഹീറ്ററിൽ വെച്ച് കുറച്ച് സമയം ആ സൈഡിൽ വെച്ച് ഓൺ ആക്കിയിട്ടാണ് ഇപ്പോൾ ഓണായത്. അപ്പം ബാക്കി നമുക്ക് ചിലപ്പോൾ ഇന്ന് ടൗണിലേക്ക് ഇറങ്ങും. മണാലി ടൗൺ മാൾ റോഡ് എന്നാണ് അതിന് പറയല്. അപ്പോൾ ചിലപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടേക്ക് നടക്കും. അങ്ങോട്ടേക്ക് നടന്നിട്ട് പിന്നെ വേണ്ട സാധനങ്ങൾ ആയിരിക്കും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ആ രീതിയിൽ പർച്ചേസ് ചെയ്തിട്ട് നാളെ കൂടെ നമ്മൾ മണാലിയിലുള്ളൂ. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് നാളെ രാത്രി ഉണ്ട്. മുതൽ വൈകുന്നേരം വരെ നമ്മൾ മണാലിയിലുണ്ട്. കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകും.
ഡൽഹിയിൽ നമ്മള് കുറച്ച് സമയം നമുക്ക് വേണ്ട പർച്ചേസും പിന്നെ നമുക്ക് വേണ്ട നമ്മളൊന്ന് ജസ്റ്റ് ഫ്രഷ് അപ്പ് ആവാം. നേരെ വൈകുന്നേരം നമുക്ക് ട്രെയിൻ കയറാം. തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് ഗൈസ്. അപ്പൊ നമ്മളെ ഐഡിയ ഒക്കെ തീരാനായി. നമ്മളെ അങ്ങനെ 14 ദിവസം ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. അപ്പൊ എല്ലാവരും നാട്ടിൽ പോയിട്ട് നല്ല മന്തി അടിക്കണം. നേതി മന്തിനെ അടിക്കണം. 29-ാം തീയതി തുറക്കുന്നുണ്ട് നമ്മളെ നേതി മന്തി. നമ്മളെ ഫുഡ് റിവ്യൂ ഇടുന്നതാണ് ഉറപ്പായിട്ട് ഇടുന്നതാണ് ഗൈസ്. നമ്മളെന്തായാലും നമ്മളെ രണ്ടാളെ എങ്ങനെ നമ്മളെല്ലാവരും ആയിട്ടായിരിക്കും ചിലപ്പോൾ പോവാം. അപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ ഫുഡ് റിവ്യൂ ഇടുന്നതായിരിക്കും. ബിക്കോസ് നേതി മന്തി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് എല്ലായിടത്തും അറിയുന്ന ഒരു കോഴിക്കോട് ഇത് കഴിക്കാനായിട്ട് മാത്രം നമ്മൾ പോയിട്ടുണ്ട്. ഇതിപ്പോ ഒരു പ്രൊമോഷനും കൂടിയായി നേതി മന്തിക്ക്. അപ്പൊ നമ്മുടെ കണ്ണൂർ നമ്മളെ ചെക്കനെ ലേജി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ എല്ലാവരും അവിടെ പോയി ഫുഡ് ട്രൈ ചെയ്യാ. ചെക്കനെ പയ്യാമ്പലത്തെ ഒരു പുതിയ ഫുഡ് ട്രക്ക് തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, അല്ലാണ്ട് നിങ്ങൾ ആരും ഇതാക്കണ്ട. അവിടെ പോവാ, ട്രൈ ചെയ്യാ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് മാത്രം ഇവരെ പേജും കാര്യങ്ങളും ഫോളോ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. അനക്ക് ഇടയ്ക്ക് തടിയാന്ന് കളിക്കാൻ പോയതുണ്ട്. ഓക്കെ, അനക്ക് കഴിച്ചിട്ട് ടർക്കിഷ് ഷവർമ വൺ ഓഫ് ദ മോസ്റ്റ് ഷവർമ ഞാൻ കഴിച്ചതിന്റെ എല്ലാത്തിലും ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ ഷവർമ അതാണ്. പിന്നെ എനിക്ക് അവിടുത്തെ ടേസ്റ്റ് തോന്നിയത് ഗ്രീൻ ആപ്പിളിന്റെ മൊഹിറ്റോ, അതും അടിപൊളിയായിരുന്നു. ഫ്യൂഷൻ കപ്പ് അടിപൊളിയാണ്. പിന്നെ അല്ലല്ല അതാണല്ല, ഫ്യൂഷൻ കപ്പ് അടിപൊളിയാണോ. അതിന് ഒമാൻ ചിപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതും അടിപൊളിയാണ്. ഇവരെ സ്പെഷ്യൽ ഓർഡർ പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ വേറെ ഇനിയിപ്പോ എന്തോരം ഒരു സാധനം ഇറങ്ങാനുണ്ട്, ലോഞ്ച് ചെയ്യാനുണ്ട്. അപ്പോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇന്നത്തെ സർപ്രൈസ് വീഡിയോ ചാമ്പി പോയിട്ടുണ്ട്. അതായത് ഇവനൊന്നിനും ഉണ്ടായിട്ടില്ല, വീഡിയോ എടുക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചെറുതായിട്ട് റൂട്ട് മാറി അതിന്റെ ഇടയ്ക്ക് തലറങ്ങി വീണ്. അല്ല തലറങ്ങി വൈകുന്നേരമാണ് 6 മണിക്ക്. ഇവന് മുങ്ങിയത് ഏത് സമയത്തെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഇരുന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവനുണ്ടായിനി. പിന്നെ ഇവനെ കണ്ടിട്ടില്ല. ഇവന് ഒറ്റക്കന്നെ നടക്കാം, ഒറ്റക്കന്നെ പോവാ. ഇവന്റെ ബൈക്കായി സ്ക്വാഡല്ലായി. നമ്മള് പിന്നെ ജാൻവിയിലെല്ലാം കയറി. അതിന്റെ വീഡിയോസ് ഉണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യാം. വ്ളോഗ് ആയിട്ട് ഞാൻ വ്ളോഗ് എടുത്തിന് നമുക്കത് വെച്ചിട്ട് ഇന്നത്തെ ഒപ്പിക്കാം. അപ്പൊ ഗൈസ് നമ്മളെ ബാക്കി വീഡിയോസ് നമുക്ക് ഇടക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിതാ കഫേ എവർഗ്രീനിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ എല്ലാരും നമ്മളിതാ കഫേയിലുള്ളത്. നമ്മളിവിടെ കഫേയില് എന്തെല്ലോ കഴിക്കാൻ വന്നിട്ടുള്ളത്. ഷിബു ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ നമ്മള് എന്റെ പണി നോക്കൂ ഗൈസ്. ബുക്ക് വലിക്കാൻ പോകുന്നു ഗൈസ്. നമ്മളെ സാധനം ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അവസ്ഥ നോക്കാം. കഴിച്ചിട്ട് നമ്മളെ കഫേന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് ഇതിന്റെ പേരെന്താ? ചോക്കോ ലാവ കേക്ക് ആണ് നമ്മൾ ഗൈസ്. നോക്കാം നമുക്ക് ഇവിടുത്തെ എങ്ങനെയാണെന്ന്. നോക്കാം ഗൈസ്. എങ്ങനെയുണ്ട്? ഓ, പാത്തുവിന്റെ ആ ഫസ്റ്റത്തെ ആയതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഓ, വ്യൂ നോക്കൂ ഗൈസ്. ഓ സീൻ. കൈ അങ്ങനെ പറ. ഓ അമ്മ ഓ സീൻ ഗൈസ്. അഫ്താബ് ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. അത്ര പോരാ, അടിപൊളിയാണ്. പക്ഷേ ഈ സാധനം മസ്റ്റ് ട്രൈ ഗൈസ്. മസ്റ്റ് ട്രൈ. ഗൈസ് ഫുഡ് ഹായ് അലിഫ്. അറിയാം എനിക്കറിയാം, ഇങ്ങോട്ടില്ല.
എന്താണ് ചോറ്, കറി, പനീർ, ചിക്കൻ, ചപ്പാത്തി. ഹായ് റന ഫാത്തിമ. ഹായ് ഹായ് പറ, ഞാൻ വ്ളോഗറാണ്. ഹായ് പറയൂ. ആ ഇവളറിയില്ല, ഇവളാണ് ശരിയായ വ്ളോഗർ. ഓടിക്കോ. ഹലോ ഗായ്സ്, നമ്മളെ കൂടെ റനയുണ്ട്, ആലിവുണ്ട്. ആലിവൻ അല്ല, റനന്റെ അനിയത്തില്ലല്ലേ? റന അനിയത്തി ഇതാരാ? എന്റെ അനിയനാ. എല്ലാവരും ഉണ്ട്, ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നതാണ്. ട്രിപ്പ് ഒന്നല്ല, പറഞ്ഞാ എങ്ങനെയാ ഫുഡെല്ലാം എങ്ങനെയാ? ഇല്ല, അമ്മ ഇപ്പൊ 14 ദിവസം ഇത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മള് രാജസ്ഥാൻ, ഡൽഹി, ആഗ്ര, ജയ്പൂർ, ജോധ്പൂർ അങ്ങനെ കുറെ പോയി. ആ അതെല്ലാം രാജസ്ഥാൻ തന്നെയാണ്. അത് അടിപൊളിയാ. എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. മെയിനായിട്ട് എനിക്ക് ജയ്സൽമർ ഡെസേർട്ട്, അവിടുത്തെ ഫോർട്ട്. ഇവനല്ലേ ഇങ്ങടുത്ത് നേരത്തെ കണ്ടു ചോദിച്ച മലയാളിയാണോ അല്ലേ? അതെ, നിങ്ങൾ ഈ മുഖത്തിട്ടോണ്ടോ എനിക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ. ബിഗ് ബോസിലെ അവസ്ഥയിൽ എന്തുണ്ടായിരുന്നു? ഓക്കെ ഓക്കെ, നമ്മ ഇടങ്ങാറാക്കേണ്ട ശരിയല്ല. നമുക്ക് നമ്മളെ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മൾ ഫുഡ് എടുക്കാം. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. രാത്രി 2:12 നമുക്ക് ഇന്ന് ഫുഡ് ഉണ്ടായിരുന്നത് ചപ്പാത്തിയും ചിക്കൻ കറി അങ്ങനത്തെ എല്ലാം ആയിരുന്നു, റൈസും. പക്ഷെ ചിക്കൻ ഹലാൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല റൈസ്. അപ്പോൾ നമ്മൾ ക്ഷണിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്തോ വായിക്കുന്ന ഒരു കഫേ തുറന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം അടച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇത് ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഇന്ന് നാളെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാനായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളെ യാത്ര ഇവിടുത്തെ ഇന്നത്തോടെ നാളത്തോടെ, അതായത് ഇന്നത്തോടെ അവസാനിക്കുന്നതായിരിക്കും. 12 മണി കഴിഞ്ഞ്. അപ്പോൾ ഗൈസ്, വ്ളോഗ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. വീട്ടിലെത്തുന്നവരെയുള്ള വ്ളോഗ് ഉണ്ടാവും. എല്ലാവരും ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഇന്നും കൂടി ലാസ്റ്റ് ഡേ. ഇനി നമ്മൾ നാളെ വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ മറ്റന്നാളെ രാവിലെ നമുക്ക് ഡൽഹി എത്തും. ഡൽഹിയിൽ നിന്ന് പിന്നെ വേണ്ട പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം ട്രെയിന് 2 ദിവസം കൊണ്ട് നമ്മൾ കണ്ണൂരെത്തുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ സീ യു സൂൺ. അപ്പോൾ നാളെ നമുക്ക് കാണാം ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ദിസ് ഇസ് ഷഫ്ന ഷാജഹാൻ, ദിസ് ഇസ് ആദിൽ. ബൈ, സീ യു, ഗുഡ് നൈറ്റ്, സൈനിങ് ഓഫ്.